നമസ്കാരം. തിരുവനന്തപുരത്ത് ISROയുടെ കീഴിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ LPSAയിൽ നിന്നാണ് നോട്ടിഫിക്കേഷൻ വന്നത്. അതായത് ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻറ്ററിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ മറ്റ് ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഇപ്പോൾ വന്നിരിക്കുന്നത് വെള്ളിമല തിരുവനന്തപുരത്തുള്ള ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻറ്ററിലേക്കാണ്. നമുക്ക് ഓരോ പോസ്റ്റ് ഡീറ്റെയിൽസും അതിൻ്റെ വേക്കൻസി നോക്കാം. പോസ്റ്റ് കോഡ് 803 വരുന്ന ക്വാളിഫിക്കേഷൻ BE ഓർ BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, ME MTech വെൽഡിംഗ് ടെക്നോളജി ഓർ മെക്കാനിക്കൽ വെൽഡിംഗ് ആൻഡ് ഷീറ്റ് ഓർ മെറ്റൽ എഞ്ചിനീയറിംഗ്. അതാണ് ഒന്നാമത്തെ പോസ്റ്റ് പറയുന്നത്. അടുത്ത 804 പോസ്റ്റ് കോഡ് അതിൽ BE BTech ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ME ഓർ MTech ഇൻ ടർബോ മെഷീനറി ഓർ ഇന്റേണൽ കമ്പൽഷൻ എഞ്ചിൻ ആൻഡ് ടർബോ മെഷീനറി ഓർ ഇന്റേണൽ കമ്പൽഷൻ എഞ്ചിനാണ് ഇവിടെ വരുന്നത്. അടുത്ത പോസ്റ്റ് കോഡ് 805 ആണ്. ഇവിടെ വരുന്ന ക്വാളിഫിക്കേഷൻ BE ഓർ BTech ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ് എഞ്ചിനീയറിംഗ് ഓർ അപ്ലൈഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ്. അതുകൂടാതെ തന്നെ ME ഓർ MTech ഇൻ പവർ ഇലക്ട്രോണിക്സ് ആൻഡ് കൺട്രോൾ ആൻഡ് പവർ കൺട്രോൾ ആൻഡ് ഡ്രൈവ്സ് ഓർ പവർ ഇലക്ട്രോണിക് ആൻഡ് പവർ സിസ്റ്റം ഓർ ഇലക്ട്രോണിക് ആൻഡ് ഇലക്ട്രോണിക്സ് പവർ സിസ്റ്റം ഓർ ഹൈ വോൾട്ടേജ് ആൻഡ് പവർ സിസ്റ്റം എഞ്ചിനീയറിംഗ് ഓർ ഇൻഡസ്ട്രിയൽ പവർ കൺട്രോൾ ആൻഡ് ഡ്രൈവ്സ്. അടുത്ത പോസ്റ്റ് കോഡ് 806 ആണ്. BE ഓർ BTech ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ്, അപ്ലൈഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ്. അടുത്ത ME ഓർ MTech ഇൻ RF ആൻഡ് മൈക്രോവേവ് എഞ്ചിനീയറിംഗ് ഓർ മൈക്രോവേവ് ആൻഡ് ഒപ്റ്റിക്കൽ എഞ്ചിനീയറിംഗ് ഓർ മൈക്രോവേവ് എഞ്ചിനീയറിംഗ് ഓർ മൈക്രോവേവ്സിലാണ് വരുന്നത്. ഇതിൽ പറയുന്നത് ഈ പറയുന്ന BE BTech ഓർ ഇക്വലന്റ് ക്വാളിഫിക്കേഷനകത്ത് അഗ്രിഗേറ്റ് മിനിമം 65% മാർക്ക് ഉണ്ടാവണം. CGPA ആണെങ്കിൽ 10 പോയിന്റിൽ 6.84 മാർക്കും ഉണ്ടായിരിക്കണമെന്ന് പറയുന്നു. അടുത്ത പോസ്റ്റ് കോഡ് 807 ആണ്. അതിൽ ക്വാളിഫിക്കേഷൻ BE ഓർ BTech ഇൻ മെറ്റലർജി എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെറ്റലർജിക്കൽ ആൻഡ് മെറ്റീരിയൽ എഞ്ചിനീയറിംഗ് ഓർ മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ ടെക്നോളജി ഓർ മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ് ഓർ മെറ്റീരിയൽ സയൻസ് ടെക്നോളജി. ഇതിലും അത് തന്നെ 65% അഗ്രിഗേറ്റ് മിനിമം പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടാവണം. 10 പോയിന്റിൽ 6.84 CGPA ഉണ്ടായിരിക്കും എന്ന് പറയുന്നു. നമുക്കിത് ഇനിഷ്യൽ പോസ്റ്റിംഗ് കിട്ടുക LPSA അതായത് ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻറ്റർ വെള്ളിമലയിലുള്ള തിരുവനന്തപുരത്തുള്ളതായിരിക്കും. പിന്നീട് നമുക്ക് ആവശ്യമുണ്ടെന്ന് വെച്ചാൽ മറ്റേ ISROയുടെ മറ്റ് യൂണിറ്റുകളിലേക്ക് അല്ലെങ്കിൽ സെൻറ്ററിലേക്കും സ്പേസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇന്ത്യയിൽ എവിടെയും നമുക്ക് ഇല്ലാത്ത പോസ്റ്റിംഗ് ലഭിക്കാൻ സാധ്യതയുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് തസ്തികയിൽ ലഭിക്കുന്ന പോലെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ധാരാളം ബെനിഫിറ്റുകൾ ഈ പോസ്റ്റിലുണ്ട്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ അവസാന തീയതി 12/5/2026 ആണ്. അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ മുഖേനയാണ്. LPSAയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കാനുള്ള റിക്രൂട്ട്മെൻറ്റ് പോർട്ടൽ 28/4/2026 മുതൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇനിഷ്യലായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് എല്ലാ കാൻഡിഡേറ്റും 750 രൂപ കൊടുക്കണം. അതിൽ നമ്മുടെ ഫീമെയിൽ SC ST PWD അതുപോലെ തന്നെ എക്സ് സർവീസ് മാനൊക്കെ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫുൾ 750 രൂപയും റീഫണ്ട് ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ മറ്റ് കാൻഡിഡേറ്റിനാണെങ്കിൽ 500 രൂപ നമ്മൾ ഫസ്റ്റ് എക്സാം അറ്റൻഡ് ചെയ്തെങ്കിൽ നമുക്ക് റീഫണ്ട് ചെയ്ത് കിട്ടും. 250 രൂപ മാത്രമായിരിക്കും ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് എടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ടോട്ടലായിട്ട് 750 രൂപ പൂർണ്ണമായിട്ട് എല്ലാവരും എന്ത് ചെയ്യണം, അടച്ചു കൊടുക്കണം. വളരെ നല്ലൊരു അവസരമാണ്. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. തിരുവനന്തപുരത്ത് ISROയുടെ കീഴിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻറ്ററിൽ നിന്ന് ഈ ഒരു നോട്ടിഫിക്കേഷൻ വളരെ മികച്ചൊരു ഓപ്പണിംഗ് ആയിരിക്കും നൽകുക. ഇതുപോലെ വ്യത്യസ്തങ്ങളായ ജോബ് നോട്ടിഫിക്കേഷൻ ഡെയിലി ലഭിക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. കൂടാതെ ലൈക്ക് അടിച്ച് നിങ്ങളുടെ സപ്പോർട്ടുകൾ അറിയിക്കുക. ഈ നോട്ടിഫിക്കേഷൻ പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ അറിയിക്കാവുന്നതാണ്. താങ്ക്